ഭിന്നശേഷിക്കാരുടെ സംഘടനയായ പരിവാറിന്റെ ജില്ലാ കുടുംബസംഗമം ശനിയാഴ്ച നടക്കും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജെൻഡർ പാർക്ക് ഹാളിൽ നടക്കുന്ന കുടുംബസംഗമത്തിന്റെ വാർഷിക സമ്മേളനം സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം ടി.കെ. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷിക്കാരുടെ സംഘടനയായ പരിവാറിന്റെ ജില്ലാ കുടുംബസംഗമം ശനിയാഴ്ച നടക്കും. മെയ് 16 തീയതി നടക്കുന്ന നമ്മുടെ ഭിന്നശേഷി കുടുംബസംഗമവും നമ്മുടെ കുഞ്ഞുങ്ങളെ ആദരിക്കൽ ചടങ്ങും അവരെ അനുമോദിക്കൽ ചടങ്ങും ഒക്കെയാണ്. അതിനാൽ അവരെ പ്രദാനം ചെയ്യുന്ന രക്ഷിതാക്കളെ പ്രദാനം ചെയ്യുന്ന സംഘടനയാണ് പരിവാർ. അപ്പോൾ ദേശീയ തലത്തിൽ ഉള്ള ഈ സംഘടനയുടെ കേരള ഘടകത്തിൻ്റെ ഘടകമാണ് ജില്ലാ പരിവാർ. ലോകത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ആരംഭം തൊട്ട് തന്നെ മനുഷ്യരാശി ഉണ്ടായ ആ ഒരു കാലയളവ് മുതൽ ഉണ്ടായ ഒരവസ്ഥയാണ് ഭിന്നശേഷിത്വം എന്ന് പറയുന്നത്. ആ ഭിന്നശേഷിക്കാരെ അന്നു മുതൽ കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു രീതിയിലുള്ള ഇതിലാണ് അവർ കഴിഞ്ഞു പോകുന്നത്. പക്ഷേ അതിനുശേഷം ഇവരെ ഓരോരുത്തരെയും നമ്മൾ കണ്ടെത്തി ഗവൺമെൻറ്റും ഓരോ രീതിയിലുള്ള പുനരധിവാസ പദ്ധതികൾ രൂപീകരിച്ച് ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ശ്രമിച്ചു പോരുന്നത്. അതായത് പല രീതിയിലുള്ള വൈകല്യങ്ങളാൽ ഹനിക്കപ്പെട്ട് ഈ ജീവിത പന്ഥാവിൽ തന്നെ യാത്ര ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കപ്പെടുന്ന രക്ഷിതാക്കളുമുണ്ട്. ഈ രക്ഷിതാക്കളെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കൈയും കാലും കണ്ണും എല്ലാമായി ജോലി ചെയ്യുന്നവരാണ്. ഓരോ രക്ഷകർത്താക്കളും നേരിടുന്ന പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ മറ്റൊരു സ്ഥലത്ത് ആക്കുവാനോ മറ്റൊരാളുടെ അടുത്ത് ഏൽപ്പിക്കുവാനോ കഴിയുന്നില്ല. കംപ്ലീറ്റ് ബെഡ് റിഡണായിട്ടുള്ള കുട്ടികളുണ്ട്. എന്നാൽ ആ ബുദ്ധിവൈകല്യത്തിൻ്റെ തന്നെ ശതമാനങ്ങൾ കുറച്ചുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നു. അങ്ങനെ അവർക്ക് സ്പെഷ്യൽ സ്കൂള് അതുപോലെ BRC കേന്ദ്രങ്ങളും എല്ലാം നമ്മുടെ ഗവൺമെൻറ് നടത്തപ്പെടുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജെൻഡർ പാർക്ക് ഹാളിൽ നടക്കുന്ന കുടുംബസംഗമത്തിന്റെ വാർഷിക സമ്മേളനം സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം ടി.കെ. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം നിയുക്ത അമ്പലപ്പുഴ MLA G. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ, നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ P.T. ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തും. SSLC +2 വിജയികൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിലുണ്ടാകും. കുടുംബസംഗമത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ, പഠനോപകരണ വിതരണം, കലാപ്രതിഭകളെ ആദരിക്കൽ, ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവയും നടക്കും. സെക്രട്ടറി K.R. സുനിൽദാസ്, പ്രസിഡന്റ് R. രാധാകൃഷ്ണൻ നായർ, T.T. രാജപ്പൻ, T.K. ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.